ജീവിതത്തിന്റെ ഇന്നലകളിലെ വീരചരിതങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് വെളിച്ചമേകുന്ന ധന്യചരിതം വിരചിതമാക്കിയ ഗതകാല സ്മൃതിയുടെ രഥചക്രമുരുളുന്ന പുത്തനങ്ങാടിയുടെ തിരുനെറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തനങ്ങാടി ശുഹദാക്കളുടെ ഐതിഹാസികമായ ആണ്ടുനേർച്ചയും അറിവിൻ വസന്തം നിറഞ്ഞൊഴുകുന്ന മതപ്രഭാഷണ പരമ്പരയും 2016 ജനുവരി 18 മുതൽ 23 കൂടിയ ദിവസങ്ങളിൽ പുത്തനങ്ങാടി ശുഹദാ നഗറിൽ അരങ്ങേറും. സാധാരണമായ സ്വരസിന്ധു പ്രവാഹമായി നിർഗള നിർധാരയായി പൊട്ടിയൊലിച്ചു വരുന്ന വചനാമൃതം കൊണ്ട് ജനസാഗരങ്ങളെ കോൾമയിൽ കൊള്ളിച്ച് മതപ്രഭാഷണ വേദികളിലെ താരോദയം. മലയാളത്തിന്റെ മതപ്രഭാഷണ വേദികളിൽ തരംഗസാഗരങ്ങളായി അലയടിക്കുന്ന തെക്കൻ കേരളത്തിന്റെ വരദാനം AM നൌഷാദ് വാക്കവി ചിറയൻകീഴ് 18-19 തീയതികളിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് പുത്തനങ്ങാടി ശുഹദാ നഗറിലേക്ക്. അക്ഷരധാരയിലൂടെ ആദർശത്തെ അവതരിപ്പിച്ച് അനുവാചക ഹൃദയങ്ങളെ അഹദീയത്തിന്റെ അനുഭവ അനുഭൂതികളിലേക്ക് അനുഗമിച്ച അനുഗ്രഹീത പ്രഭാഷകൻ ജലീൽ റഹ്മാനി വാണിയന്നൂർ 20-ാം തീയതി ബുധനാഴ്ച നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് പുത്തനങ്ങാടി ശുഹദാ നഗറിലേക്ക്. പെരിന്തൽമണ്ണയ്ക്കടുത്ത് പുത്തനങ്ങാടി എന്ന പൊലിമകളുള്ളൊരു നാട്, ഏറെ മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന സൂര്യതയുള്ളൊരു നാട്. അനിതര സാധാരണ വാക്കിലാസം കൊണ്ട് യുവ മനസ്സുകളിൽ ആത്മീയ ചൈതന്യത്തിന്റെ ധവളിമ ശോഭ പരത്തിയ അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് SS ഷമീർ താരിമി കൊല്ലം 21-ാം തീയതി വ്യാഴാഴ്ച നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഏറെ കഥകളുണ്ട് കാണാനും കേട്ടിടാനും സുന്ദരമായൊരു നാട്, 22 ശുഹദാക്കൾ വാഴുന്ന കനിവേറും പാവന നാട്. പ്രഭാഷണ കലയിലെ നൈപുണ്യത്തെ ദഴവത്തിനും ഉദ്ബോധനത്തിനും ആത്മവിചിന്തനത്തിനും ആത്മീയ ചർച്ചകൾക്കും വിനിയോഗിച്ച് മലയാള മണ്ണിലെ മുസ്ലിം യുവതയുടെ ഹൃത്തടത്തിൽ പുനർവിചിന്തനത്തിന് വഴിമരുന്നേറ്റ വിഖ്യാത പണ്ഡിതൻ ഉസ്താദ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ 22-ാം തീയതി വെള്ളിയാഴ്ച നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് ആയിരങ്ങളുടെ നേറുന്ന 100 പ്രശ്നങ്ങൾ രാജാതിരാജന്റെ ദർബാറിലേക്ക് നേരിട്ട് സമർപ്പിക്കാൻ കെൽപ്പുറ്റ സയ്യിദും പണ്ഡിതനുമായ മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി ദിക്റുദുവ ആത്മീയ സംഗമത്തിന് നേതൃത്വം നൽകുമ്പോൾ ജനസാഗരങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രോച്ചാരണം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പുളകിതമാവുന്ന ശുഹദാ നഗറിലേക്ക് അകമഴിഞ്ഞ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.